മാഡം, ഈ മീറ്റിംഗ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. മാഡം ഞങ്ങൾക്കൊരു പ്രചോദനമായി ഞങ്ങളുടെ മുന്നേ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുഴുഭ്രാന്തികളായി അലമുറയിട്ട് കരയുന്ന നമ്മൾ കണ്ട പെൺകുട്ടികളിൽ അധികം പേരും മയക്കുമരുന്നിൽ അടിമപ്പെട്ട് മാനസിക നില തകർന്നവരാ. അവരെ ഇവിടെ എത്തിച്ചത് അവരുടെ കുടുംബങ്ങളിലെ കലഹങ്ങൾ തന്നെയാ. അപ്പൊ ആദ്യം ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത് ഇവർക്കല്ലല്ലോ, അവരുടെ കുടുംബത്തിൽ നിന്നല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൗൺസിലിംഗ് തുടങ്ങേണ്ടത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. ആദ്യം നന്നാക്കേണ്ടതും അവരെ തന്നെയാ. ഓക്കെ മാഡം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഒരിക്കലും എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല. ഓ, എനിക്കിതെല്ലാം താല്പര്യമുള്ള വിഷയം തന്നെയാണ്. ഇതുപോലുള്ളൊരു സ്ഥലത്ത് പുതിയ തലമുറ എത്തിപ്പെടരുത്. എത്തിപ്പെട്ടു പോയാ പിന്നെ അവരെ ഈ സമൂഹം കാണുന്നത് ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രമായിരിക്കും. ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. ഓക്കെ മാഡം. ഒരു മിനിറ്റ്. ആ ശ്യാമേ, കുഞ്ഞേച്ചി പറയ്, നീ എന്താ പോയിട്ട് വിളിക്കാൻ? ഞാൻ കുഞ്ഞേച്ചി, ഇവിടെ ഞങ്ങളിവിടെ വീട്ടു തടങ്കലിലായ പോലെ നിൽക്കുന്ന ഞങ്ങളെ നോക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കും ഉപേന്ദ്രന്. സുസ്മിതേ, നീ എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞേച്ചി എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടാക്കണം. ഒന്ന് ഫോൺ ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. രോഹിത്തിനെ ശരിക്കും അവർ ഉപദ്രവിക്കുന്നുണ്ട്. അവരുടെ കൂടെ നടന്ന് കുറെ അധികം നാള് നിന്നെ നമ്മുടെ കുടുംബത്തെയും ദ്രോഹിച്ചതിന് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പകരത്തിന് പകരം കിട്ടുന്നതാ. എന്തായാലും സ്വത്ത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ അവരെ ദ്രോഹിക്കുന്നേ. നമുക്ക് അതുടനെ ചെയ്യാം. കുഞ്ഞേച്ചി, എന്തായാലും തൽക്കാലം എടുത്തുചാടി ഒന്നും ചെയ്യണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വ്യക്തമായൊരു പരിഹാരം ഉടനെ തന്നെ കണ്ടോളാം. അവിടെ നിൽക്കാൻ ഓടല്ലേ, അവിടെ നിൽക്കേ, അവിടെ നിൽക്കാൻ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. നടക്ക്.